എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിൻ ഉടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവസാന്നിധ്യത്തിനകത്താണ്. കർത്താവിന് മഹത്വം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യം. കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ഇപ്പൊ നമ്മൾ കേട്ടൊരു ചെറിയൊരു പാട്ടുണ്ട്, ഞാനിങ്ങനെ പാടിക്കൊണ്ടിരുന്നത് നിങ്ങൾ കേട്ടു. എന്റെ നിക്ഷേപം നീ തന്നെയാണ്, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാണ്. യേശു അത് തന്നെയാണ് പറഞ്ഞത്. നീ എവിടെയാണോ നിക്ഷേപിച്ചിരിക്കുന്നത്, നീ എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. നമുക്കറിയാം, ലോകത്തിൽ പല മനുഷ്യരും അങ്ങനെ തന്നെയാണ്. ആർക്കെങ്കിലും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് സ്ഥലത്തിന് വേണ്ടി ആൾക്കാർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരുടെ ചിന്ത എപ്പോഴും അതിലായിരിക്കും. അവർ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ലാൻഡിലായിരിക്കും, അല്ലെങ്കിൽ സമ്പത്തിലായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ്സിനകത്തായിരിക്കും. അതങ്ങനെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിലാണോ നിക്ഷേപം വെച്ചിരിക്കുന്നത്, നമ്മുടെ ശ്രദ്ധ ഏതിലാണോ വെച്ചിരിക്കുന്നത്, എപ്പോഴും അതിനകത്ത് മാത്രമായിരിക്കും നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും ചിന്തകളും എപ്പോഴും ആ ഒരു സർട്ടൺ പോയിന്റിലോട്ട് മാത്രമായിരിക്കും. നമ്മുടെ ശ്രദ്ധ മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ശ്രദ്ധ, അതായത് നമ്മുടെ നിക്ഷേപം, എപ്പോഴും കർത്താവായ യേശുവുമായുള്ള ബന്ധത്തിന് വേണ്ടി ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമത്തൊരു കാര്യം കൂടെ, നമ്മളിൽ പലവരും നമ്മുടെ വിഷമസന്ധികളിൽ നമ്മൾ പറയും, ദൈവത്തിന് എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല, കർത്താവ് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, ഞാൻ എത്ര പ്രാർത്ഥിച്ചു, എത്ര മാത്രം കാര്യങ്ങൾ ഞാൻ ചെയ്തു ദൈവത്തിന് വേണ്ടി, പക്ഷെ ദൈവം എനിക്കൊന്നും തരുന്നില്ല. ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, ഞാൻ പള്ളിയിൽ കൃത്യമായി പോകുന്നുണ്ട്, ഞാൻ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നുണ്ട്, എല്ലാ കാര്യവും ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ദൈവത്തിന് എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. എന്നാൽ വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവം തൻ്റെ ആത്മാവിനെ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ദൈവം ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. ദൈവത്തിന് ഒരു ഡെപ്പോസിറ്റ് ഉണ്ട്. എവിടെയാ ദൈവത്തിന്റെ ഡെപ്പോസിറ്റ് ഇരിക്കുന്നത്? നമ്മുടെ അകത്ത്. എന്തിനാ ദൈവം ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്? തൻ്റെ ആത്മാവിനെ നിന്റെ ഉള്ളിൽ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മകനെ, മകളെ, നിന്നോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഡെപ്പോസിറ്റ് എവിടെയാണോ ആ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മേഖലയിലേക്ക് ദൈവത്തിന്റെ ശ്രദ്ധ എപ്പോഴും കാണും. ദൈവത്തിന്റെ മനസ്സെപ്പോഴും അവിടെ തന്നെ ആയിരിക്കും. നിന്റെ ഉള്ളിൽ ദൈവാത്മാവ് ഉണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോണം, ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ചിന്ത മാറിപ്പോയിട്ടില്ല, ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നിട്ടില്ല, നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ഇതുവരെ മാറിപ്പോയിട്ടില്ല. ദൈവം നിന്നെ മറന്നതല്ലെന്നേ, ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ദൈവത്തിന്റെ ഡെപ്പോസിറ്റ് നിന്റെ അകത്തുണ്ട്. നമുക്കറിയാം, നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും ഒരു പ്രതിഫലം നമുക്ക് കിട്ടും. നമ്മൾ ലാൻഡിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ലാൻഡിന് വില കൂടുമ്പോൾ നമ്മൾ ഇവിടെ മറിച്ച് വിൽക്കും. ഒരു ബിസിനസ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യും, നമ്മളതിന്റെ റവന്യൂ എടുക്കും, ലാഭം എടുക്കും നമ്മൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവം തൻ്റെ ആത്മാവിനെ നിന്നിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോണം, നീ ഫലം കൊടുക്കുന്നവനായി തീരും. ദൈവം നിന്നിലൂടെ ഫലം എടുക്കും. നിന്റെ ജീവിതത്തിൽ ദൈവം വലിയ ഫലം കൊയ്യും. അങ്ങനെ ദൈവം മഹത്വപ്പെടുകയും നിന്നെ അവൻ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഭഗ്നാശനാകണ്ട, ഞാൻ തീർന്നു പോയെന്ന് വിചാരിക്കണ്ട, എൻ്റെ സാധ്യതകൾ തീർന്നെന്ന് വിചാരിക്കണ്ട, എൻ്റെ വഴികൾ അടങ്ങുമെന്ന് വിചാരിക്കണ്ട, എനിക്കിനി ഒന്നുമില്ല ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് നീ വിചാരിക്കുന്നുണ്ട. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്തുണ്ട്. അവൻ തൻ്റെ ആത്മാവിനെ നിന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ദൈവം വിശ്വസ്തനാണ്. അവന്റെ വിശ്വസ്തതയ്ക്ക് മങ്ങലേറ്റിട്ടില്ല. അവന്റെ കാരുണ്യത്തിന്റെ പ്രവൃത്തിക്ക് ഇതുവരെ ഭംഗം വന്നിട്ടില്ല. നിന്നെ രക്ഷിക്കാനാകാത്ത രീതിയിൽ ദൈവത്തിന്റെ കൈകൾ കുറുകി പോയിട്ടില്ല. നിന്റെ പ്രാർത്ഥന കേൾക്കാത്ത രീതിയിൽ ദൈവത്തിന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അവന്റെ ഡെപ്പോസിറ്റ് നിന്റെ അകത്തുണ്ടെന്നേ, ഉറപ്പായും ആ ഡെപ്പോസിറ്റിന്റെ ഫലം കൊയ്യുന്ന നാളുകൾ, ആ അനുഗ്രഹത്തിന്റെ സീസണിലേക്കാണ് നീ കടക്കുവാൻ പോകുന്നത്. പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, ആത്മാവിൽ ഉറച്ച തീക്ഷ്ണതയോടെ കർത്താവിന് വേണ്ടി നിലനിൽക്ക്. ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു. ആമേൻ.